ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഊണിന് വേണ്ടി ഞങ്ങൾ അരകല്ലിൽ വെച്ചൊരു ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണേ. ഒത്തിരി നാളായി അരകല്ലിൽ വെച്ചൊരു ചമ്മന്തി അരച്ചിട്ട്. അരകല്ലിൽ വെച്ചൊരു ചമ്മന്തി അരയ്ക്കാൻ പോവുക. ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, ഉപ്പ്, പിന്നെ പുളിയും തേങ്ങയും മുളക് പൊടി. വത്തൽമുളക് ഇല്ല. നേരത്തെയൊക്കെ അരകല്ലിൽ വെച്ചല്ലേ നമ്മൾ ചമ്മന്തി അരച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മിക്സിക്കകത്തല്ലേ. ഇന്നലെ ഇവന്മാരെയും കൂടെ കാണിക്കാൻ നോക്കും. ഇവന്മാർക്കൊരു അരകല്ലിൽ അരച്ച ചമ്മന്തി അരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാ പുളിയാണ് ചേച്ചി? ഇത് മറ്റേ വാളംപുളി ഇല്ലേ? വാളംപുളി എന്ന് പറഞ്ഞാൽ ഈ നീളത്തിൽ വെച്ചത് പുളിയില്ലേ? അതാ വാളംപുളിയാണ് ചമ്മന്തിക്ക് വെക്കുന്നത്. അതാ ചമ്മന്തിക്ക് നമ്മൾ മറ്റേ മീനിനകത്തിരുന്ന കുടംപുളി വെക്കത്തില്ല. ചമ്മന്തിക്ക് പുളിയൊക്കെ വെച്ചരയ്ക്കുന്നതാണ് നല്ലത്. അപ്പയ്ക്ക് പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ പുളി അങ്ങനെ എപ്പോഴും വെക്കാറില്ല. ഇന്നിപ്പോൾ അപ്പ ഉച്ചയ്ക്ക് ഉണ്ണാനില്ലല്ലോ. അപ്പം നമുക്ക് പുളിയൊക്കെ വെച്ചരച്ച് ചമ്മന്തി കൂട്ടാം. അരകല്ലിൽ അരയ്ക്കുന്നത് നീ കണ്ടിട്ടുണ്ടോടാ? അമ്മ പണ്ടരയ്ക്കുമായിരുന്നല്ലോ, ഇപ്പോഴല്ലേ അരയ്ക്കാത്ത. കുറേ നേരം എടുക്കും അമ്മയ്ക്ക് ചമ്മന്തി ആകാൻ. ഇതിങ്ങനെ അരച്ചാൽ മതി. ചമ്മന്തിന് ഒത്തിരി അങ്ങ് നല്ലതായിട്ട് അരയുണ്ടല്ലോ. ഇത് ഒരൊറ്റ അരയ്ക്ക് അരച്ചിട്ട് നല്ല അരച്ച് ഉരുട്ടി ഇങ്ങനെ എടുക്കും. നല്ല ടേസ്റ്റാണ്. അരകല്ലിൽ വെച്ചരയ്ക്കുന്ന ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ്. എന്നും പറഞ്ഞ് എന്നും അരകല്ലിൽ വെച്ച ചമ്മന്തി വേണമെന്ന് എന്നോട് പറയരുത് കേട്ടോ. എനിക്ക് എന്നും അരയ്ക്കാൻ വയ്യ. ഇടയ്ക്കൊക്കെ അരച്ച് വരാം. പോരെ? ഞങ്ങൾ ചമ്മന്തി അരച്ചു ഉരുട്ടിയെടുക്കുക. ഇവിടെ ഭയങ്കര മഴയാണ്, ശക്തമായ മഴ. ഞങ്ങൾ ചമ്മന്തി അരച്ചുകൊണ്ട് വേഗം വരയ്ക്കാത്ത. ഈ ചമ്മന്തിയുടെ വീഡിയോ ഇഷ്ടമായ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, ഓക്കെ, ബൈ. ഇങ്ങനെ ചമ്മന്തി റെഡി.